സാധാരണഗതിക്ക് സർക്കാർ പരസ്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടേതല്ലാതെ വകുപ്പ് മന്ത്രിമാരുടെ പടം വയ്ക്കുന്ന രീതിയില്ല എന്നത് മറക്കരുത്. ഏത് വകുപ്പിന്റെ ഇത്തരം പരസ്യം പുറത്തു വന്നാലും പിണറായിയുടെ ചിത്രം മാത്രമാണ് വയ്ക്കുന്നത്. ഇവിടെ ആദ്യമായി വകുപ്പ് മന്ത്രി അല്ലാതിരുന്നിട്ട് കൂടി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രം വെച്ചത് ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു. പിണറായിയുടെ പിന്തുടർച്ചക്കാരനായി മുഹമ്മദ് റിയാസിനെ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന്. തന്റെ കാലശേഷവും തന്റെ മകൾ സുരക്ഷിതയായിരിക്കണമെങ്കിൽ അധികാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ തന്റെ മരുമകൻ ഇരിക്കണം എന്ന് പിണറായിയുടെ വാശി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിന്റെ പഴി മുഴുവൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നപ്പോൾ ഓർക്കണം, 6.5 വർഷം തിരുവനന്തപുരംകാരുടെ ഉറക്കം കെടുത്തിയ പദ്ധതിയാണിത്. 2018 നിർമ്മാണം തുടങ്ങിയ പദ്ധതി. ഈ പദ്ധതി പലതവണ കോൺട്രാക്ടർമാർ മാറിയും മുടങ്ങിപ്പോയും ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട് റോഡിന്റെ ദുരിതത്തിൽ തിരുവനന്തപുരംകാരെ ശ്വാസം മുട്ടിച്ചു. പലരും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷിനെതിരെയും പ്രതികരിക്കാൻ തുടങ്ങി. ആ പേരുദോഷവും ശാപവും ഒക്കെ ഏറ്റുവാങ്ങിയ കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്തള്ളപ്പെട്ട് ഒരു റോളുമില്ലാത്ത മുഖ്യമന്ത്രി മരുമകൻ ക്രെഡിറ്റ് എടുക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായും സംശയം തോന്നും. കാസർഗോഡ് മുതൽ കളിയിക്കാവള വരെ പോകുന്ന ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റേതായിട്ടും അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും ഫ്ലെക്സ് വയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി മരുമകൻ ഇവിടെയും ചാടിയിറങ്ങിയതാണെന്നാണ് ആരോപണം. എന്നാൽ ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞുപോയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്കും മരുമകനും താല്പര്യവുമില്ല. വഴിയൊക്കെ മോദിയുടെ ദേശീയപാത വകുപ്പിനെ. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തിയുടെ ഫലം അനുഭവിക്കാൻ ചാടിയിറങ്ങുന്ന പിണറായിക്കും പിണറായിയുടെ മരുമകനുമെതിരെ മന്ത്രിസഭയിൽ തന്നെ കലാപം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത.